കുനിപ്പ്, അതേപോലെ പുള്ളി, അങ്ങനെയുള്ള പേരുകൾ കുട്ടികൾ കേൾക്കാത്താണ്. അപ്പോൾ ഇതിന്റെ പുള്ളി ദീർഘം ഓ എന്നുള്ള ശബ്ദം. അപ്പോൾ നമസ്കാരം. നാളെ പുതിയൊരു അധ്യയന വർഷത്തിന്റെ ആരംഭമാണ്. ജൂൺ 2-ാം തീയതി. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, മഴക്കെടുതികളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു പ്രവേശനോത്സവം ആരംഭിക്കുന്നു വിചാരിക്കുന്നു. കാരണം ഇതുവരെ നല്ല വെയിലൊക്കെയാണ്. സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസം ഭയങ്കര മഴയായിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ പോലെ തന്നെ ആവട്ടെ നാളെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഇന്നിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് പൂക്കരത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ ആദ്യമായി പഠിച്ച സ്കൂളിലെ ആദ്യമായിട്ടിരുന്ന ക്ലാസ്സാണിത്, ഈ 1-ാം ക്ലാസ്. അപ്പോൾ ഇതിലെ പാസ് ചെയ്തപ്പോൾ പെട്ടെന്ന് പൂക്കരത്ര സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഈശ്വര നാളല്ലേ പ്രവേശനോത്സവം. അപ്പോൾ ഉടനെ തന്നെ ഓടി വന്നു. കാരണം ഏറ്റവും അടുത്ത് തന്നെ സ്കൂളിനോട് ചേർന്നിട്ടാണ് HMന്റെ വീട്, അനില ടീച്ചറുടെ വീട്. ഞങ്ങളുടെ കുടുംബ വീട് കൂടിയാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വന്നു. വീഡിയോ എടുക്കുമ്പോൾ ടീച്ചറും വന്നു. നാളത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. എന്തൊരു ഭംഗിയാണ് സ്കൂളിൻ്റെ ഉള്ളും പുറമൊക്കെ കാണാമെന്നറിയോ. നമ്മൾ പഠിച്ചിരുന്ന കാലമൊക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമായി. എന്നാൽ തന്നെയും എത്രയൊക്കെ മാറിയാലും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നടന്നിരുന്ന, നമ്മൾ ഓടിക്കളിച്ചിരുന്ന ഒരു ഇടത്ത് വന്നപ്പോൾ നമ്മുടെ എന്തോ ഒരു വേണ്ടപ്പെട്ട സ്ഥലത്ത് വന്നൊരു ഫീൽ കിട്ടി. അപ്പോൾ നാളത്തെ പരിപാടികൾക്ക് വേണ്ടി ടീച്ചർ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. അനില ടീച്ചറും മറ്റൊരു അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം എന്തായാലും നല്ലൊരു പ്രവേശനോത്സവം നമ്മുടെ പിൻഗാമികൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്കൂളും പരിസരവും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായി ഒരുക്കങ്ങളൊക്കെ? അത്യാവശ്യമൊക്കെ ആയി തുടങ്ങി. ആയില്ലേ? നാളെ അല്ലേ? നാളെ പുറത്തൊന്നും കൂടി ഷറാക്കാനുണ്ട്. അതിപ്പം മഴയാവുമെന്നുള്ളൊരു സംശയത്തിൽ നാളെ രാവിലേക്ക് മാറ്റി വെച്ചു. പുറത്തിന് എന്തൊക്കെയാ ചെയ്യാ? പുറത്തൊക്കെ അലങ്കരിക്കണം. ബലൂണ്, അതേപോലെ തോരണങ്ങള്, പിന്നെ ബാനർ കെട്ടാൻ, കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, പിന്നെ ക്ലബ്ബുകാരുടെയൊക്കെ വക മധുരപലഹാരങ്ങള്. സ്കൂളിന്റെ ഒരു മുഖച്ഛായ മാറി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചത് ഇവിടെയാണ്. എന്റെ ടീച്ചർ രമണ ടീച്ചറായിരുന്നു. ഇതില് ഏതോ ഒരു ക്ലാസ് ആയിരുന്നു. ഈ അറ്റത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ അറ്റത്താണിതാ ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഈ ജനലൊക്കെ ഒരുപാട് വ്യത്യാസമായില്ലേ നമ്മൾ പഠിച്ചിരുന്ന കാലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ? നിറയെ വന്നില്ലേ? ഈ ജനലിന്റെ അഴിയൊന്നും മാറ്റിയിട്ടില്ലേ? അതൊക്കെ ആ മരത്തിന്റെ അഴി തന്നെയാണ്. ഈ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ചു ഭംഗിയാക്കി, ചില്ല ഇതൊക്കെ ഇട്ടല്ലേ, ഗ്രിൽസ് ഒക്കെ വെച്ച്. എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. HM ആണ് അനില ടീച്ചർ. എത്ര വർഷമായി ഇവിടെ? 29 വർഷമായി ഇവിടുത്തെ. ഇപ്പം HM ആണ്. അപ്പോൾ ആദ്യം HM ആയിരുന്നത് ഹസ്ബൻഡാണ്, ഞങ്ങളെ പ്രിയപ്പെട്ട രാജുവേട്ടൻ അല്ലേ. അവർ റിട്ടയർ ആയപ്പോൾ പിന്നെ ടീച്ചറായി. പിന്നെ ആരൊക്കെ ടീച്ചർമാര്? പിന്നെ ഒന്ന് നിഷ ടീച്ചർ, പിന്നെ അരുണ ടീച്ചർ, പിന്നെ രമ്യ ടീച്ചർ, അബൂബക്കർ മാഷ്. ഞാൻ പഠിക്കുന്ന സമയത്ത് രമണ ടീച്ചർ, റോസ് ടീച്ചർ, മേരി ടീച്ചർ, പിന്നെ അറബി പഠിപ്പിച്ചിരുന്ന ഒരു മാഷുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയാലും എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഈ 1-ാം ക്ലാസ് നമ്മൾ മറക്കില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് രമണ ടീച്ചറായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് അല്ലേ. 4-ാം ക്ലാസ് ബോർഡിൽ 4 എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാം പക്കയാണ്. ചോക്കെടുത്ത് അങ്ങോട്ട് എഴുതാൻ തോന്നുക ടീച്ചറെ. അത്ര ഭംഗിയായിട്ടത് എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെയൊക്കെ ചിത്രങ്ങളാണ്. തോണിയുണ്ട്, എല്ലാം ഉണ്ട്. സ്കൂൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങോട്ട് വരിക വേണ്ടൂ ഇല്ലേ ടീച്ചറെ? അവർക്കുള്ള സമ്മാനങ്ങളൊക്കെയാണ് ഇതിൽ. പാഠപുസ്തകങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് വന്നാൽ മതി. ഇന്ന് ഇത്ര നിശബ്ദമായിട്ടിരിക്കുന്ന സ്കൂള് നാളെ എന്താവൂലേ? നീണ്ട ഒരു വർഷം ഇനി ആകെ ബഹളമയം. ദീർഘം, വള്ളി, കെട്ടുവള്ളി, കുനിപ്പ്, ഇരട്ടക്കുനിപ്പ്, ചുഴിപ്പ്, പുള്ളി, കെട്ടുപുള്ളി, ഇരട്ടപ്പുള്ളി പേരുകൾ കുട്ടികൾ കേൾക്കാത്താണ്. അപ്പോൾ ഇതിന്റെ
പുള്ളി ദീർഘം. നമ്മളിപ്പോ പുള്ളി ദീർഘം. ഓ എന്നുള്ള ശബ്ദം. കൊത്തി, കൊടി, മൊട്ട്, അങ്ങനെ ആ ശബ്ദം വരണമെങ്കിൽ ഈ പുള്ളി ദീർഘം. മലയാളത്തിലെ സകലമാന എഴുത്തുകാരെ ഒറ്റ ഫ്രെയിമിലാക്കിയിട്ട് എന്ത് മനോഹരമായിട്ട് അറിയോ ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അസലായിട്ടുണ്ട്. ഈ ടീച്ചറെ ഈ ഒരു ബോർഡിന്റെ പ്രത്യേകത MTയുടെ എല്ലാ കഥകളും ചെറുകഥകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളും ഇതിൽ ഉണ്ട്. എല്ലാ പുസ്തകങ്ങളുടെയും പുറംചട്ട ഉണ്ട്. അപ്പോൾ MTയുടെ എല്ലാ സൃഷ്ടികളുടെയും പേര് നമുക്ക് ഇതിൽ നോക്കിയാൽ ശരിക്കും ഇത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്? എന്തെങ്കിലും പ്രത്യേക ഒരു മത്സരത്തിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണ്? മത്സരമല്ല, എടപ്പാൾ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നടത്തിയ സാഹിത്യോത്സവത്തിൽ ഓരോ സ്കൂളിനും ഓരോ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ MT ആയിരുന്നു അന്നത്തെ സബ്ജക്റ്റ് എല്ലാ സ്കൂളുകൾക്കും. അപ്പോൾ അതിൽ ഞങ്ങളുടെ സ്കൂള് ഒരുക്കിയ സ്റ്റാൾ നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. രസമായി. അപ്പോൾ ഒരു ദിവസം ഇനി ഒരിക്കൽ കൂടി വരാം, കുട്ടികളും കൂടി ഉള്ളപ്പോൾ വന്നിട്ട് വിശദമായിട്ട് കുട്ടികളെയും കാണിക്കാം. കുട്ടികളുള്ളപ്പോഴാണ് വരേണ്ടത്. ഒരു സന്തോഷം. ആകെ ബഹളമായോ? വായനാമൂല അല്ലേ ടീച്ചറെ? അത്യാവശ്യം ബുക്സ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാ ദിവസവും കുട്ടികൾക്ക് ഒരു നിശ്ചിത സമയം ഇവിടെ വായിക്കാൻ സമയം കൊടുക്കും അല്ലേ? രാവിലെ അവർക്ക് വന്ന് അവിടെ വെറുതെ ഇരുന്ന് വായിക്കാം. പുസ്തകങ്ങൾ ഇവിടെ ഇടുമ്പോൾ അവര് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വയ്ക്കോ? കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വായനാമൂല, ഇത് കുട്ടികൾക്ക് അവർക്ക് മാസികകളൊക്കെ വെക്കാനുള്ള സ്പേസ്. ഇതാണ് ഓഫീസ്. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഹരിദാസ് മാഷായിരുന്നു. ഇതാണ് സ്കൂളിന്റെ ഉമ്മർത്ത് വന്നാൽ ദേ നേരെ റോഡ്. ഇവിടെ ടീച്ചർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് നാളേക്ക് കുട്ടികൾ വരാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പം എന്തായാലും ടീച്ചറെ സന്തോഷം. നല്ലൊരു പ്രവേശന ഉത്സവ ദിനമായിരിക്കട്ടെ. നാളെ മഴയൊക്കെ ഒഴിഞ്ഞു കിട്ടട്ടെ കേട്ടോ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം.